പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും പന്തക്കുസ്ത തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടുകൂടെ നേർന്നുകൊള്ളുന്നു. സഭ സ്ഥാപിച്ച ദിവസമാണെന്ന്. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ സഭ ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന ദൈവജനത്തെ പുതിയതായിട്ട് നവീകരിക്കുവാൻ ഈ ദിവസങ്ങൾ പ്രത്യേകമായിട്ട് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇന്നത്തെ വിശുദ്ധ കുർബാനയിൽ പ്രത്യേകമായിട്ട് അനുസ്മരിക്കുന്നത് ബറേലി പ്രൊവിൻസിലെ FCC സിസ്റ്റർ അമലയാണ്. സിസ്റ്റർ അമല ഡൽഹിയിലുള്ള പാലത്ത് അവിടെ സിസ്റ്റർ ആ കമ്മ്യൂണിറ്റിയുടെ മദറായിട്ട് സേവനം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 79 വയസ്സായിരുന്നു. സിസ്റ്റർക്ക് കോവിഡ് രോഗവുമായിട്ട് ബന്ധപ്പെട്ടാണ് മരണം സംഭവിച്ചത്. ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറഞ്ഞ് തീഷ്ണതയോടുകൂടെ ജീവിതം നയിച്ച് മറ്റുള്ളവർക്ക് ദൈവജനത്തിന് നന്മ ചെയ്യുന്ന ഒരു സിസ്റ്റർ എന്ന അഭിമാനവും വളരെ സന്തോഷത്തോടെ ഓർക്കുകയാണ്. ആ സിസ്റ്ററിൻ്റെ 7ാം ചരമദിനമാണ് ഇന്ന് ഈ വിശുദ്ധബലിയിൽ പ്രത്യേക നിയോഗമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്. ഈ വിശുദ്ധബലിയിൽ നമ്മൾ പങ്കുചേരുമ്പോൾ ഈ ബലിയോടൊപ്പം ഓരോ കുടുംബാംഗങ്ങളും കൃത്യമായിട്ട് പങ്കുചേരുകയാണ്. പ്രത്യേകം ഓരോ കുടുംബാംഗങ്ങളെയും സിസ്റ്ററിൻ്റെ സഹോദരിയും FCC കോൺഗ്രിഗേഷനിലെ ഒരു സിസ്റ്ററാണ് ഡൽഹി പ്രൊവിൻസിന്. ആ സിസ്റ്ററുടെയും കൃത്യമായിട്ട് ഓർക്കാം. പ്രത്യേകിച്ച് ഈ കോവിഡ് കാലത്തിൽ മരണം മൂലം വേർപിരിഞ്ഞ് ഒത്തിരി വൈദികരും സിസ്റ്റേഴ്സും ഉണ്ട്. എല്ലാ വൈദികരെയും സിസ്റ്റേഴ്സിനെയും കൃത്യമായിട്ട് നമുക്ക് ഈ ബലിയിൽ ഓർക്കാം. കോവിഡ് രോഗം കാരണം രോഗശൈലിയിലായിരിക്കുന്ന നമ്മുടെ എല്ലാ സഹോദരങ്ങളെയും, പ്രത്യേകിച്ച് നമ്മുടെ പ്രിയപ്പെട്ട പല വൈദികരും ഈ കോവിഡ് രോഗത്തിന് അടിമപ്പെട്ട് ബാധിതരായിട്ട് കർത്താവിന്റെ സൗഖ്യത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിലും നമുക്ക് പരിചയക്കാരനായാലും സാധിക്കുന്നുണ്ട്. അതുപോലെ എല്ലാ വൈദികരെയും സിസ്റ്റേഴ്സിനെയും ഈ ബലിയിൽ കൃത്യമായി ഓർക്കാം. ഒരു നിമിഷമൗനമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഭക്തിയോടും വിശ്വാസത്തോടും കൂടെ ഈ അനുസ്മരണ ബലിയിൽ നമുക്ക് പങ്കുചേരാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അന്നാ പെസഹ തിരുനാളിൽ കർത്താവ് അരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയുടെ ബലിയർപ്പിക്കാം. സ്വർലോകത്തിൽ സർവേശ്വരു സ്തുതിഗീതം സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ പെടുത്തരുതേ, ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും അമൃതവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. ആരാധമായ മനുഷ്യനും പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. കർത്താവായ ദൈവമേ, മരണം മൂലം ഏർപ്പെട്ടുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരിക്ക് നിത്യജീവൻ പ്രദാനം ചെയ്യണമേ. മിശിഹായിൽ അവരുടെ ഓർമ്മ ആചരിച്ചുകൊണ്ട് മനുഷ്യവംശത്തിന്റെ നവീകരണത്തിന് രക്ഷയ്ക്ക് വേണ്ടി ഈ ദിവ്യരഹസ്യങ്ങൾ വിശുദ്ധിയോടെ പരിക്രമം ചെയ്യുവാൻ ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരനായിരിക്കും. ആഴത്തിൽ നിന്നു ഞാൻ ആർദ്രമായി കേഴുന്നു, ദൈവമേ എന്നെ നീ കേൾക്കണമേ. പാപങ്ങളെല്ലാം നീ ഓർത്തി
ഞാൻ തേടുന്നു. നീയാണ് മോക്ഷവും പ്രത്യാശയും. പാപങ്ങൾ മോചിക്കും കാരുണ്യവാരിധേ, ആത്മാക്കൾക്ക് ആശ്വാസം നൽകണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞുകൂടെ നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ നീക്കും. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. എന്റെ കർത്താവേ, സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ അർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ നീക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾക്കേകണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രമിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ നീക്കും. സഹോദരി അനുഗ്രഹിക്കട്ടെ. സഹോദരനെ, നിങ്ങൾ ആത്മീയ ദാനങ്ങളെ കുറിച്ച് അറിവുള്ളവരായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ വിജാതീയരായിരുന്നപ്പോൾ സംസാരശേഷിയില്ലാത്ത വിഗ്രഹങ്ങളുടെ അടുത്തേക്ക് അബദ്ധസഞ്ചാരം ചെയ്തിരുന്നത് ഓർക്കുന്നുണ്ടല്ലോ. ദൈവാത്മാവ് മുഖേന സംസാരിക്കുന്നവരാരും യേശു ശപിക്കപ്പെട്ടവരാണ് എന്ന് ഒരിക്കലും പറയുകയില്ലെന്നും യേശു കർത്താവാണ് എന്ന് പറയുവാൻ പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ ആർക്കും സാധിക്കുകയില്ല എന്നും നിങ്ങൾ ഗ്രഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ദാനങ്ങളിൽ വൈവിധ്യമുണ്ടെങ്കിലും ആത്മാവ് ഒന്ന് തന്നെ. ശുശ്രൂഷകളിൽ വൈവിധ്യമുണ്ടെങ്കിലും കർത്താവ് ഒന്ന് തന്നെ. പ്രവൃത്തികളിൽ വൈവിധ്യമുണ്ടെങ്കിലും എല്ലാവർക്കും എല്ലാറ്റിലും പ്രചോദനം നൽകുന്ന ദൈവം ഒന്ന് തന്നെ. ഓരോരുത്തരിലും ആത്മാവ് വെളിപ്പെടുന്നത് പൊതു നന്മയ്ക്ക് വേണ്ടിയാണ്. ഒരേ ആത്മാവ് തന്നെ ഒരാൾക്ക് വിവേകത്തിന്റെ വചനവും മറ്റൊരാൾക്ക് ജ്ഞാനത്തിന്റെ വചനവും നൽകുന്നു. ഒരേ ആത്മാവ് തന്നെ ഒരുവന് വിശ്വാസവും വേറൊരുവന് രോഗശാന്തിക്കുള്ള വരവും നൽകുന്നു. ഒരുവന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ ശക്തിയും മറ്റൊരുവന് പ്രവചിക്കാൻ വരവും വേറൊരുവന് ആത്മാക്കളെ വിവേചിച്ചറിയാൻ കഴിവും വേറൊരുവന് ഭാഷാവരവും വേറൊരുവന് വ്യാഖ്യാനത്തിനുള്ള വരവും അതേ ആത്മാവ് തന്നെ നൽകുന്നു. തന്റെ ഇച്ഛയ്ക്കൊത്ത് ഓരോരുത്തർക്കും പ്രത്യേക പ്രത്യേക ദാനങ്ങൾ നൽകുന്ന ഒരേ ആത്മാവിന്റെ തന്നെ പ്രവൃത്തിയാണ് ഇതെല്ലാം.
നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ 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 നീർച്ചാലുകൾ പോൽ ഒഴുകിയിറങ്ങുന്നു ജീവൻ നൽകും വചനം ദൈവവചനം കാതോർത്തിടുവിൻ ദൈവജനമേ ഹൃദയമൊരുക്കിടുവിൻ ദൈവജനമേ ഇത് ജീവൻ നൽകും വചനം ദൈവവചനം ഇത് ജീവൻ നൽകും വചനം ദൈവവചനം. നമുക്ക് ശ്രോതാക്കളിൽ നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടി. അങ്ങയുടെ ആത്മാവോടുകൂടെ വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. 16:5 മുതലുള്ള തിരുവചനങ്ങൾ. എന്നാൽ ഇപ്പോൾ എന്നെ അയച്ചവന്റെ അടുത്തേക്ക് ഞാൻ പോവുകയാണ്, എന്നിട്ടും നീ എവിടെ പോകുന്നുവെന്ന് നിങ്ങൾ ആരും എന്നോട് ചോദിക്കുന്നില്ല. ഞാനിതെല്ലാം നിങ്ങളോട് പറഞ്ഞതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം ദുഃഖപൂരിതമായിരിക്കുന്നു. എങ്കിലും സത്യം ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത്. ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകൻ നിങ്ങളുടെ അടുക്കലേക്ക് വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കലേക്ക് ഞാൻ അയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായത്തെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും. അവരിൽ വിശ്വസിക്കാത്തതിനാൽ പാപത്തെക്കുറിച്ചും. ഞാൻ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നത് കൊണ്ട് ഇനി മേലിൽ എന്നെ കാണുകയില്ലാത്തവരുടെ നീതിയെക്കുറിച്ചും ഈ ലോകത്തിൻ്റെ അധികാരി വിധിക്കപ്പെട്ടിരിക്കുന്നതിനാൽ ന്യായത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തും. ഇനിയും വളരെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാറുണ്ട്, എന്നാൽ അവ ഉൾക്കൊള്ളുവാൻ ഇപ്പോൾ നിങ്ങൾക്ക് കഴിവില്ല. സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. അവൻ സ്വമേധയായിരിക്കുകയില്ല സംസാരിക്കുന്നത്, അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. അവൻ എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് നിങ്ങളോട് പ്രഖ്യാപിക്കും. അങ്ങനെ അവൻ എന്നെ മഹത്വപ്പെടുത്തും. പിതാവിനുള്ളതെല്ലാം എനിക്കുള്ളതാണ്. അതുകൊണ്ടാണ് എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് അവൻ നിങ്ങളോട് പ്രഖ്യാപിക്കുമെന്ന് ഞാൻ പറഞ്ഞത്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. വിശ്വസിച്ചായി ഏറ്റവും പ്രിയമുള്ളവരെ, ഒരിക്കലും എല്ലാവർക്കും പന്തക്കോസ്ത് തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ നേരുകയാണ്. ആത്മാവിനാൽ നിറഞ്ഞ വ്യക്തികളുടെ സമൂഹമാണ് സഭ. വർഷങ്ങൾ 2000 കഴിഞ്ഞിട്ടും സഭയ്ക്ക് ഒത്തിരിയേറെ പ്രതികൂല സാഹചര്യങ്ങളും വെല്ലുവിളികളും പ്രതിസന്ധികളും ഈ കഴിഞ്ഞ വർഷങ്ങളിലൂടെ മുഴുവൻ ഉണ്ടായിട്ടും സഭ സ്ഥാപിക്കപ്പെട്ട് അത് മുന്നോട്ട് പോകുമ്പോൾ ഒരിക്കലും തളർന്നു പോകുന്നില്ല എന്നത് വലിയ സത്യമാണ്. ഓരോ ദിവസം ചെല്ലുന്തോറും നമ്മുടെ സഭയിൽ ഒത്തിരിയേറെ നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുന്നു. ദൈവത്തിന് സാക്ഷ്യം നൽകുന്നു. ദൈവജനത്തെ ഒരു കുടക്കീഴിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ അത് മനുഷ്യൻ നയിക്കുന്ന സഭയല്ല, ദൈവത്തിൻ്റെ ആത്മാവ് നയിക്കുന്ന സഭയാണ്. അതാണ് ഇന്നത്തെ ദിവസം പ്രത്യേകമായിട്ട് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. പന്തക്കോസ്ത് എന്ന വാക്കിൻ്റെ അർത്ഥം 50ാമത് എന്നാണ്, 50th. യേശു ഉയർത്തെഴുന്നേറ്റതിൻ്റെ 50ാമത്തെ ദിവസം ഈ സഭയെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, തൻ്റെ ദൗത്യം എങ്ങനെ തുടർന്നു കൊണ്ടുപോകണം എന്നതിന് വളരെ വ്യക്തമായിട്ടുള്ള ഉത്തരമാണ് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ഒരു സഭയായിട്ട് സഭ സ്ഥാപിക്കുന്ന 50ാമത്തെ ദിവസം യേശുവിൻ്റെ ഉയർപ്പിന് ശേഷം സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ സഭയിൽ നമുക്ക് ശക്തമായിട്ട് പറയാൻ സാധിക്കും, ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഈ സഭയിലൂടെ ഒത്തിരി അത്ഭുതങ്ങളും നന്മകളും ലോകത്തിൻ്റെ മനസാക്ഷിയായിട്ട് മാറുക തന്നെ ചെയ്യും എന്ന് വലിയ സത്യമാണ്. ഇന്ന് ഈ ലോകത്തെ പിടിച്ചു നിർത്തുന്നതിൽ വലിയൊരു പങ്ക് സഭയ്ക്കുണ്ട് എന്നത് വലിയ സത്യമാണ്. തിന്മയുടെ വഴിയിലേക്ക്, പാപത്തിൻ്റെതായിട്ടുള്ള സുഖസൗകര്യങ്ങളുടെ ജീവിതത്തിലേക്കൊക്കെ ലോകം മുന്നോട്ട് പോകുമ്പോഴും ഇത് ശരിയല്ല
ഇത് തെറ്റാണ് എന്ന് പറയാനായിട്ട് സാധിക്കുന്നത് സഭയ്ക്കാണ്. അതുകൊണ്ടാണ് ലോകത്തിൻ്റെ മനസാക്ഷിയാണ് സഭ എന്ന് പറയുന്നത്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 11-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്ന ഒരു മനോഹരമായിട്ട് പട്ടണം ഉണ്ടാക്കുവാനും ഒരു ഗോപുരം ഉണ്ടാക്കാനും പരിശ്രമിക്കുന്ന ഒരു ജനതയെ കാണുന്നുണ്ട്. ഇതിന് ആമുഖമായിട്ട് പറയുന്നത് ഈ ജനതയുടെ പ്രത്യേകത അവർക്ക് ഒരു ഭാഷ മാത്രം അറിയുള്ളൂ. അത് വലിയൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. കാരണം ഭാഷ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ എല്ലാവർക്കും ഭാഷ അറിയണം. അങ്ങനെ ഒരു ഭാഷ മാത്രം അറിയുന്ന ജനത തീരുമാനിക്കുകയാണ്, നമുക്ക് കല്ലിന് പകരം ഇഷ്ടിക ഉണ്ടാക്കിക്കൊണ്ട് മനോഹരമായിട്ടുള്ള ഈ സമതല പ്രദേശത്ത് നമുക്കൊരു പട്ടണം ഉണ്ടാക്കണം. ഈ പട്ടണത്തിൽ ലോകത്തിന് ആരും ഉണ്ടാക്കാത്ത തരത്തിൽ വലിയൊരു ഗോപുരം ഉണ്ടാക്കണം. ഇതൊരു തരത്തിൽ അവരുടെ അഹങ്കാരത്തിൻ്റെയും സ്വാർത്ഥതയെയും ദൈവത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ഒരു ആശയമായിരുന്നു. നമുക്കറിയാം, തുടർന്നുള്ള വചനത്തിൽ നമ്മൾ കാണുന്നത് ഇവരുടെ ഭാഷയെ ഭിന്നിപ്പിക്കുകയാണ്, അങ്ങനെ ചിതറിപ്പിക്കുകയാണ് ഈ ജനതയെ. ദൈവം ഇടപെട്ടുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതാണ് ബാബേൽ അനുഭവം എന്നുള്ളത്, ബാബേൽ സംസ്കാരം എന്നുള്ളത്. ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവത്തെ കൂടാതെ കെട്ടിപ്പൊക്കുന്ന ഏത് കാര്യങ്ങളും അത് നശിപ്പിക്കപ്പെടുകയാണ്. അതിന് പൂർണ്ണതയിലേക്ക് വരാനായിട്ട് സാധിക്കുന്നില്ല. ഇത് ദൈവാത്മാവിനാൽ നിറയാത്ത ഒരു സമൂഹത്തിൻ്റെ ഒരു നേർചിത്രമായിട്ടാണ് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക. പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോൾ പരിശുദ്ധ അമ്മയും സ്ത്രീഹന്മാരും ഒരുമിച്ചിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിറയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പെന്തക്കോസ്ത് ദിവസത്തിന്റെ പ്രത്യേകതയാണ്. ആത്മാവിൽ നിറയുന്ന ഈ സ്ത്രീഹന്മാരിൽ സംഭവിക്കുന്ന വലിയ മാറ്റമാണ് പെന്തക്കോസ്ത് അനുഭവം. അതായത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുകൊണ്ട് ഈ സാധാരണ മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള സ്ത്രീഹന്മാര് തീഷ്ണതയാല് അത്ര നാള് ഭയന്ന് വിറച്ചിരുന്ന ഈ സ്ത്രീഹന്മാര് ആത്മാവിൽ നിറഞ്ഞപ്പോൾ തീഷ്ണമായിട്ട് ദൈവത്തിന്റെ വചനം തങ്ങൾ അനുഭവിച്ച ക്രിസ്തുവിനെ കുറിച്ച് പ്രഘോഷിക്കുവാനായിട്ട് ഇറങ്ങുകയാണ്. അവരെ ഭാഷ മനസ്സിലാക്കാനായിട്ട് സാധിക്കാത്ത ജനക്കൂട്ടത്തോട് അവർക്കറിയാവുന്ന ഭാഷയിൽ സംസാരിച്ചപ്പോൾ അവിടെ നടക്കുന്നത് പെന്തക്കോസ്ത് അനുഭവമാണ്. ഭാഷാപരം എന്ന രീതിയിൽ നമ്മളൊക്കെ പറയുന്ന പോലെ അവിടെ ഇരിക്കുന്ന അപരിചിതരായിട്ടുള്ള ജനതയ്ക്ക് ഇവർ പറയുന്നത് മനസ്സിലാവുകയാണ്. പെന്തക്കോസ്ത് അനുഭവം അതാണ്. നിരവധി പേര് ഇത് മനസ്സിലാക്കിക്കൊണ്ട് മാനസാന്തരപ്പെട്ടുകൊണ്ട് ക്രിസ്തുവിന്റെ നാമത്തിൽ ഒന്നുചേരുന്ന വലിയൊരു അത്ഭുതം നടക്കുകയാണ്. ഈ പെന്തക്കോസ്ത് അനുഭവമാണ് നമ്മുടെ സഭയിൽ ഇന്ന് തുടർന്നുകൊണ്ടിരിക്കുന്നത്. മാർപ്പാപ്പ മുതൽ ഏറ്റവും താഴെയുള്ളവരിലേക്ക് ഒരു ഭാഷയിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്ത് പഠിക്കുന്ന ഭാഷയല്ല ഇത്. നേരെ തിരിച്ച് ദൈവം നമ്മളിലൂടെ ജനതയെ ഒരുമിപ്പിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിനെ അയച്ചുകൊണ്ട് പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്ന വലിയ അത്ഭുതമാണ് ഈ പെന്തക്കോസ്ത് അനുഭവം. നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. നമ്മൾ ചിന്തിക്കേണ്ട ചോദ്യമാണ്, നമ്മുടെ സമൂഹത്തിൽ ഈ ബാബേൽ അനുഭവമാണോ പെന്തക്കോസ്ത് അനുഭവമാണോ? പരസ്പരം മനസ്സിലാക്കാതെ ഒരു കുടുംബത്തിൽ തന്നെ കഴിയുന്നവര്, ഒരു സമൂഹത്തിൽ കഴിയുന്നവർ, ഒരു കൂരയ്ക്ക് കീഴേ കഴിയുന്നവരുണ്ടെങ്കിൽ അത് ബാബേൽ അനുഭവമാണ്. എങ്ങനെയാണ് ഈ ബാബേൽ അനുഭവത്തിൽ നിന്ന്, ബാബേൽ സംസ്കാരത്തിൽ നിന്ന് പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് കടന്നു പോകുവാൻ ആ ദൂരം എന്താണ് എന്ന് ചിന്തിക്കുന്ന ദിവസമാണ് ഇന്ന്. പരിശുദ്ധാത്മാവിനെ നിറയുന്ന വ്യക്തികളായിട്ട് മാറുമ്പോഴാണ് പരസ്പരം മനസ്സിലാക്കാനായിട്ട് സാധിക്കുക, ഒരുവന്റെ ദുഃഖത്തെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുക, അവന്റെ ജീവിതത്തിലെ പ്രതിസന്ധികൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കണമെങ്കിൽ ഈ പെന്തക്കോസ്ത് അനുഭവത്തിന് കടന്നു വരണം. ഇന്ന് നമ്മൾ പെന്തക്കോസ്ത് തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാനായിട്ടുള്ളത് തന്നെയാണ് ആത്മാവിനെ നിറഞ്ഞ വ്യക്തികളായിട്ട് മാറിക്കൊണ്ട് ഒരു കുടക്കീഴിൽ നിൽക്കുവാനായിട്ട്, പരസ്പരം മനസ്സിലാക്കുവാനായിട്ട്, ദൈവത്തിന്റെ ഹിതമനുസരിച്ച് ദൈവത്തിന്റെ ദൗത്യം തുടരുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഇന്ന് ആമുഖത്തിൽ സൂചിപ്പിച്ച പോലെ സിസ്റ്റർ അമലയുടെ അനുസ്മരണം 7ാം ചരമദിനം ഇന്ന് നമ്മളിവിടെ ആചരിക്കുകയാണ്. നിങ്ങളെപ്പോലെ സമൂഹത്തിന് വേണ്ടിയിട്ട്, ദൈവത്തിന് വേണ്ടിയിട്ട് ജീവിതം പൂർണ്ണമായിട്ട് പണയം വെച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുവാനായിട്ട് ഇറങ്ങിയ ഒരു മിഷണറിയാണ്. വളരെ വ്യക്തിപരമായിട്ട് എനിക്ക് ഈ സിസ്റ്ററിനെ അറിയാം. ഞാൻ ഈ സാമൂഹ്യ മാധ്യമത്തിൽ സിസ്റ്ററിനെ കുറിച്ച് കുറച്ച് വരികൾ എഴുതിയിരുന്നു. കാരണം അത്രയേറെ വ്യക്തിപരമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ്. പ്രായം എന്നൊരു സിസ്റ്റർ ഞാൻ പരിചയപ്പെടുമ്പോൾ 70 വയസ്സാണ്. ഒരു കമ്മ്യൂണിറ്റിയിലെ മകനായിട്ട് സേവനം ചെയ്യായിരുന്നു. നമുക്കറിയാം, ഉത്തരേന്ത്യയിലൊക്കെ പ്രവർത്തിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം
സമൂഹത്തിന് ദൈവജനത്തിന് വലിയ സാക്ഷ്യം നൽകുക എന്നുള്ളതാണ്. ഏകദേശം 1.5-2 കിലോമീറ്റർ നടന്നുകൊണ്ടാണ് ഈ സിസ്റ്റർ പള്ളിയിലേക്ക് വരിക. അവിടെ തൊട്ടടുത്ത് ലത്തീൻ പള്ളിയുണ്ട്, മറ്റു പല പള്ളികളുണ്ട്. അങ്ങനെ നിർബന്ധമൊന്നുമില്ല നമ്മുടെ പള്ളിയിൽ വരണമെന്ന്. പക്ഷെ എല്ലാ ദിവസവും നമ്മുടെ പള്ളിയിൽ കുർബാനയ്ക്ക് വരികയും എല്ലാ മനുഷ്യരോടും സംസാരിച്ച് അവരുമായിട്ട് അവരുടെ കുടുംബത്തിലെ കാര്യങ്ങൾ അറിഞ്ഞ് അവരുടെ ജീവിതത്തിലേക്ക് ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞുള്ളത് ഒരു അമ്മയെ പോലെയുള്ള ഒരു സിസ്റ്ററായിരുന്നു. ഒരു പ്രത്യേകത കണ്ടിട്ടുള്ളത് എല്ലാവരെയും ഒരുമിച്ച് നിർത്താനായിട്ട് സിസ്റ്ററിന് വലിയൊരു കഴിവുണ്ടായിരുന്നു. വലിയ കഴിവൊന്നും ഉണ്ടായില്ല. ഒരു പാട്ട് പാടാനോ അല്ലെങ്കിൽ ഒരു ഓർഗനൈസിങ് കപ്പാസിറ്റിയോ പ്രസംഗം പറയാനോ ഒരു കഴിവില്ലാത്തൊരു സിസ്റ്ററാണ്. പക്ഷെ സിസ്റ്റർ ചെയ്തിരുന്ന കാര്യം പ്രാർത്ഥനയുടെ ശക്തിയാൽ ഇടവകയിൽ ഇടയ്ക്ക് വന്ന് ചോദിക്കുക, ഞാൻ എന്തെങ്കിലും പ്രത്യേകിച്ച് പ്രാർത്ഥിക്കേണ്ടത്, നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ കുടുംബത്തെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും. ആ കുടുംബത്തിന് നന്മ വരാനായിട്ട് ആഗ്രഹിക്കും. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ സിസ്റ്റർ ആ ഇടവകയിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളായിട്ട് മാറുകയാണ്. ഏത് കാര്യത്തിനും ഒരു ചെറുപ്പക്കാരി സിസ്റ്ററെ പോലെയാണ് വളരെ ആത്മാർത്ഥമായിട്ട് ഇടപെടുന്നത്. എല്ലാ ഇടവക്കാരും മറ്റു വാക്കിൽ പറയുന്ന ഒരു കാര്യമാണ്, പുഞ്ചിരിക്കുന്ന മുഖത്തോടെ അല്ലാതെ സിസ്റ്റർ അങ്ങനെ ആരും കണ്ടിട്ടില്ല. ഈ സിസ്റ്റർ വലിയ കാര്യങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ ആത്മാർത്ഥതയോടെ ഈ ഇടവക ജനത്തിന് വേണ്ടി ചെയ്തു എന്നുള്ളതാണ് എല്ലാവരെയും സിസ്റ്ററുടെ മരണം ദുഃഖവാർത്തയായിട്ട് മാറിയത്. ഇപ്പോൾ സിസ്റ്റർ ഡൽഹിയിലല്ല, ലക്നൌവിലാണ്. പക്ഷെ വളരെ ഗോരഖ്പൂരിലാണ്. വളരെ താല്പര്യത്തോടു കൂടിയിട്ടാണ് സിസ്റ്റർ തൻ്റെ സേവനം പൂർണ്ണമാക്കിയത്. ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബന്ധപുസ്തക അനുഭവമാണ്. ഭാഷ അറിയാത്ത, ആൾക്കാരെ അറിയാത്ത സമൂഹത്തിൽ ചെന്നുകൊണ്ട് തൻ്റെ സന്യസ്ത ജീവിതത്തിൻ്റെ ഫ്രാൻസിസ്കൻ ഫോർമേഷൻ അത് മറ്റുള്ളവർക്ക് നൽകിക്കൊണ്ട് ഒത്തിരിയേറെ മനുഷ്യർക്ക് അത്താണിയായിട്ട് മാറുന്നു, ആശ്രയമായിട്ട് മാറുന്നു, അവരെ സ്നേഹത്തിൽ ഒരുമിച്ച് നിർത്തുവാനായിട്ട് സാധിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം ഇപ്രകാരം നമ്മുടെ സാന്നിധ്യം കൊണ്ട് മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരുവാനായിട്ട് നമ്മുടെ സാന്നിധ്യങ്ങൾ മാറണം. ഒരു മരണത്തിന് ശേഷം എത്രയേറെ പേർ ദുഃഖിച്ച ഒരു ദിവസം ഞാൻ കണ്ടിട്ടില്ല. നമ്മളവിടെ ഫിസിക്കലി അവിടെ ഇല്ലെങ്കിൽ പോലും ഒത്തിരി പേര് വിളിച്ച് ആ സിസ്റ്ററിനെ കുറിച്ച് പറയണമെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഈ സിസ്റ്റർ എത്ര അവരെ സ്വാധീനിച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് നന്മ ചെയ്യുമ്പോൾ അത് ഒത്തിരി കുടുംബങ്ങളിലേക്ക് പ്രത്യാശയുടെ കിരണങ്ങൾ നൽകുവാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം അത് തന്നെയാണ്. ഇപ്രകാരം മരണം മൂലം വേർപിരിഞ്ഞു പോയ സിസ്റ്റർ സ്വർഗത്തിലിരുന്ന് പ്രാർത്ഥിക്കുന്നുള്ള സഭയുടെ നവീകരണമായിരുന്നു സിസ്റ്ററിന്റെ ഏറ്റവും വലിയ സ്വപ്നം. നമ്മുടെ ജീവിതവും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് നമ്മളെ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തത്തിനപ്പുറത്തേക്ക് നമ്മുടെ ഇടവക സമൂഹവും അവരുടെ ദുഃഖങ്ങളും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറുമ്പോഴാണ് നമ്മളും ആ പന്തക്കോസ്ത് അനുഭവത്തിൽ കടന്നു വരിക. തീർച്ചയായിട്ടും വളരെ സന്തോഷമുള്ള നമ്മുടെ കൂട്ടായ്മയിലും ഈ കോവിഡിന്റെ കാലഘട്ടത്തിൽ ഒത്തിരിയേറെ ദുഃഖിക്കുന്ന കുടുംബങ്ങൾക്ക് സഹായ ഹസ്തങ്ങൾ നൽകുവാനായിട്ട് നമുക്ക് സാധിച്ചു. നമ്മുടെ തന്നെ കമ്മ്യൂണിറ്റിയിലുള്ള 2 സിസ്റ്റേഴ്സും കോവിഡ് രോഗികളെ ശുശ്രൂഷിക്കാനായിട്ട് പോയി. ഇതൊക്കെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് പന്തക്കോസ്ത് അനുഭവം എന്നുള്ളത് നമ്മുടെ സ്വന്തം സുഖത്തിനും സൗകര്യത്തിനും വേണ്ടിയിട്ടല്ല, അവരുടെ ജീവിതത്തിന്റെ വേദനകളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ദൈവത്തിന്റെ ആ സുവിശേഷം പകർന്നു നൽകുവാനായിട്ട് ശക്തി കിട്ടുന്നത് അത് മനുഷ്യന്റെ ശക്തി കൊണ്ട്, നമ്മുടെ ഓരോരുത്തരുടെ ശക്തി കൊണ്ടല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന സമൂഹമാണ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ പന്തക്കോസ്ത് അനുഭവത്തിൽ തുടരുവാനായിട്ട് ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ നിന്ന് കർത്താവേ, അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നുവെന്ന് അപേക്ഷിക്കാം. മാമോദീസ വഴി സ്വർഗ്ഗരാജ്യത്തിന് അവകാശിയാവുകയും മരണം വഴി ഞങ്ങൾക്ക് വേർപിരിയുകയും ചെയ്ത ഞങ്ങളുടെ അമലാമ്മയെ നിത്യഭാഗ്യത്തിൽ ചേർക്കണമെന്ന് ശുദ്ധീകരണ സ്ഥലത്തിൽ സങ്കടം അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ നിത്യാശ്വാസം അരുളി അനുഗ്രഹിക്കണമെന്ന് ഉത്താനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞ ഞങ്ങളുടെ സഹോദരങ്ങളെ മിശിഹായുടെ
നല്ല ദൈവമേ, പന്തക്കുസ്ത തിരുനാൾ ആഘോഷിക്കുന്ന ഇന്നേ ദിനം അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിന്റെ വരദാന ഫലങ്ങളാൽ ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങയുടെ ആദർശങ്ങൾക്കൊത്ത് സത്യസഭയെ ധീരമായി നയിക്കുന്നതിന് വേണ്ട അനുഗ്രഹം സഭാതലവനായ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്കും ഞങ്ങളുടെ സഭയുടെ തലവനും ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തയുമായ മാർ ജോർജ് ആലഞ്ചേരി ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തായ്ക്കും മാർ ആന്റണി കരിയിൽ പിതാവിനും മറ്റെല്ലാ മേലധ്യക്ഷന്മാർക്കും നൽകണമേ എന്നും തിരുസഭാ മക്കളെ അങ്ങയിലുള്ള വിശ്വാസത്തിൽ നിലനിർത്തണമേ എന്നും പരിശുദ്ധാത്മാഭിഷേകത്താൽ ഓരോ മക്കളെയും നിറയ്ക്കുകയും നയിക്കുകയും ചെയ്യണമേ എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രോഗികളെ സുഖപ്പെടുത്തുകയും ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന കാരുണ്യവാനായ കർത്താവേ, കൊറോണ വൈറസ് മൂലം രോഗബാധിതരായി കഴിയുന്ന ലോകമെമ്പാടുമുള്ള ഞങ്ങളുടെ സഹോദരങ്ങളെ സുഖപ്പെടുത്തണമേ എന്നും രോഗബാധിതയിൽ നിന്നും ഞങ്ങളെയും രോഗി ശുശ്രൂഷകരെയും സംരക്ഷിക്കണമേ എന്നും ഈ പകർച്ചവ്യാധിയെ പ്രതിരോധിക്കാൻ ആവശ്യമായ മാർഗങ്ങൾ കണ്ടെത്തുവാൻ സഹായിക്കണമേ എന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയനാടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. ഈശോയെ, ഞങ്ങൾക്ക് വേണ്ടി തിരുവലി അർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛനെയും അച്ഛൻ്റെ എല്ലാ പ്രത്യേക നിയോഗങ്ങളെയും എല്ലാ ഉത്തരവാദിത്വങ്ങളെയും ഈ ഇടവകയെയും ഇടവകയിലെ ഓരോ മക്കളെയും ഞങ്ങൾ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. ദൈവമേ, അച്ഛനെ അങ്ങയുടെ നിരവധിയായ അനുഗ്രഹങ്ങളാൽ നിറച്ചനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ബലിവസ്തുക്കളുടെ നമ്മുടെ എല്ലാ പ്രാർത്ഥന നിയോഗങ്ങളും കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ ഇടവകയിലും നമ്മുടെ കുടുംബങ്ങളിലും എല്ലാ കുടുംബങ്ങളെയും പ്രത്യേകമായിട്ട് പന്തക്കുസ്ത അനുഭവത്തിലേക്ക് നയിക്കണമെന്ന് പ്രാർത്ഥിക്കാം. പരസ്പരം മനസ്സിലാക്കാതെയും തെറ്റിദ്ധാരണയോടെയും പരസ്പരം മത്സരിച്ചുകൊണ്ടൊക്കെ ജീവിക്കുന്ന ഒത്തിരിയേറെ കുടുംബങ്ങളിൽ ആത്മാവിൻ്റെ അഭിഷേകം നൽകിക്കൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുന്ന കുടുംബങ്ങളായിട്ട് രൂപാന്തരപ്പെടുത്തണമേ. കോവിഡ് രോഗികളായിട്ട് കഴിയുന്ന എല്ലാവരെയും അവരുടെ സൗഖ്യത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് ഇവരെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ കൊറോണ വൈറസ് മൂലം ഒത്തിരി പേര് ഈ ലോകത്ത് നിന്ന് മരണം മൂലം വേർപിരിഞ്ഞു പോയി. അവരെ പ്രത്യേകമായിട്ട് ഞങ്ങൾ ഓർക്കുകയാണ്. പ്രത്യേകിച്ച് 7ാം ചരമദിനം ആചരിക്കുന്ന ഞങ്ങളുടെ ബഹുമാനപ്പെട്ട സിസ്റ്റർ അമലയെ, സിസ്റ്ററിൻ്റെ എല്ലാ പാപകടങ്ങൾ പുറത്ത് കർത്താവ് നിത്യസൗഭാഗ്യം നൽകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒപ്പം ഈ വൈറസ് മൂലം മരണമടഞ്ഞ എല്ലാ വൈദികരെയും സിസ്റ്റേഴ്സിനെയും അവരുടെ നിത്യശാന്തിക്ക് വേണ്ടി ഈ ബലി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അർപ്പിക്കുന്ന ഈ ബലി അങ്ങ് സ്വീകരിക്കണമേ. നിത്യപിതാവുന്ന പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ ദൈവം അങ്ങയുടെ ആരാധ്യമായ ത്രിത്വത്തെ എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിക്കും. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി എന്നെ ബലിയർപ്പിക്കുകയും എന്റെ ബലിയാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ജ്ഞാനത്തിന്റെയും ഓർമ്മയാതിരിക്കുവാൻ കൽപ്പിക്കുകയും ചെയ്ത മിശിഹ തന്റെ കൃപയാലും അനുഗ്രഹത്താലും ഈ കുർബാന നമ്മുടെ കരങ്ങളിൽ സ്വീകരിക്കുമാറാകട്ടെ. ആമേൻ. സർവശക്തനായ പിതാവായ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കും മുൻപിൽ ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോമിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ സത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സത്യമായി ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ത്രീവായിൽ തെരഞ്ഞെടുപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ 3-ാം ദിവസം എഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിന്റെ ഗർഭത്തിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവും
കുർബാന നമ്മുടെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സർവ്വത്തിന്റെയും നാഥനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരിക്രമം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതി ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയുടെ അങ്ങയുടെ ആത്മാവോടുകൂടെ. സഹോദരനെ മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവേൻ. മിശിഹ കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും രൂഹാതൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. പൂർവ്വപിതാവാം അബ്രാഹാം, ഇസഹാക്ക്, യാക്കോബ് എന്നിവർ തൻ ദൈവമേ നിത്യം ആരാധ്യൻ. രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവാം ദൈവത്തിന് ബലിയർപ്പിപ്പൂ. ന്യായവുമാണത് യുക്തവുമാ, ന്യായവുമാണത് യുക്തവുമാ. സമാധാനം നമ്മോടുകൂടെ. പിതാവുപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാവരും സ്തുതിയും എല്ലാ നാമകളെന്ന കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളുടെ പുകഴ്ചയും അർപ്പിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ലോകത്തെയും അതിലെ സകലത്തെയും ഇങ്ങനെപോലെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അവരുടെ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ ബദലായിരങ്ങളും മഹോന്നതനായ അങ്ങേക്ക് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും രൂപികളുമായ സ്വർഗീയ സൈന്യങ്ങളും അങ്ങേ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും രൂപികളുമായ ക്രോവേന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് ആരാധന സമർപ്പിക്കുന്നു. ഒന്നായി ഉച്ചസ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ, ബലവാനീശൻ പരിശുദ്ധൻ, മണ്ണും വിണ്ണും നിറയുന്നു മന്നവനവരുടെ മഹിമകളാൽ. ഉന്നത വീതിയിൽ ഹോശാന, ദാവീദിൻ സുതനോശാന. കർത്താവിൻ തിരുനാമത്തിൽ വന്നവരും യുഗരാജാവായി വീണ്ടും വരുപോലും ധന്യൻ. ഉന്നത വീതിയിൽ ഹോശാന. കർത്താവായ ദൈവമേ, അങ്ങ് നിയമത്തിന് അധീനരാകുവാൻ നിയമവിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകളുയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി
നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങളുടെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ ഇവരും ബലഹീനരും ആകുലരുമായി ദാസർ അങ്ങേ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അങ്ങേ ദൈവിക ജീവനെ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ അങ്ങ് ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് പതിച്ചുപോയി ഞങ്ങളെ സമുദ്രിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായി ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ അങ്ങേ സമൃദ്ധമായ അനുഗ്രഹത്താൽ നോത്തമണിയിക്കുകയും ചെയ്തു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. എപ്പോഴും എപ്പോഴും എന്നേക്കും. ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവൻ പിതാവുമായ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ആന്റണി കരീം മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, സന്യസ്തർ, അൽമായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാനയെ അങ്ങ് സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും അന്നകളുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതികരമായി വർത്തിച്ച നീതിമാന്മാർ വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാനയെ അങ്ങ് സ്വീകരിക്കണമേ. നിശ്ചിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളുമാകലും അനാഥരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് മരണം മൂലം അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും പ്രത്യേകിച്ച് മരണം മൂലം വേർപിരിഞ്ഞു പോയ ബഹുമാനപ്പെട്ട സിസ്റ്റർ കമലയ്ക്ക് വേണ്ടിയും കോവിഡ് രോഗത്താൽ ഈ ലോകത്ത് നിന്ന് വേർപിരിഞ്ഞു പോയ മറ്റെല്ലാ സന്യാസിമാർക്കും വൈദികർക്ക് വേണ്ടിയും ഞങ്ങളുടെ വകയിൽ നിന്ന് മരണം മൂലം വേർപിരിഞ്ഞു പോയ എല്ലാ സഹോദരങ്ങൾക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ സമൂഹത്തിന് വേണ്ടിയും ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ കുടുംബങ്ങളിലും ആശുപത്രികളിൽ രോഗികളായി കഴിയുന്നവർക്ക് വേണ്ടിയും ഞങ്ങൾ ഈ ബലിമധ്യയെ സമർപ്പിക്കുന്ന ഞങ്ങളുടെ വ്യക്തിപരമായുള്ള പ്രാർത്ഥനകൾക്കും നിയോഗങ്ങൾക്കും ആഗ്രഹങ്ങൾക്ക് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാനയെ സ്വീകരിക്കണമേ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ദാസരും അന്ന് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് ഞങ്ങളുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും വൈഭക്തജനവും പരിശുദ്ധവും ജീവനായും ദൈവീകവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായ ആദരപൂർവ്വം പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. അങ്ങേ ദാസരുടെ കുർബാനയിൽ അവൻ ആവസിച്ച് ഇതിനെ ആസ്വദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ.
ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ വൃത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഇറക്കിലുള്ള അവരെ പ്രത്യാശിക്കും അങ്ങേ പ്രീതിപ്പെടുത്തിയിട്ടവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ നാമത്തിന് സ്തുതി ബഹുമാനവും കൃതജ്ഞതയും ആരാധനകൾ സമർപ്പിക്കുന്നു, എപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായിച്ചു കളയണമേ. അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കർത്താവായ ദൈവമേ. ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുഗ്രഹവും പരിശുദ്ധവും ജീവനായ ദൈവികമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. സ്വർഗീയ ജീവന്റെ അപ്പം വിണ്ണിൽ നിന്നൂഴിയിൽ വന്നു, ദൈവത്തിൻ നിത്യകുമാരൻ മർത്യർക്കു പൂജ്യമായി തീർന്നു. സ്നേഹമാർന്നീ ദിവ്യ ഭോജ്യം സ്വീകരിക്കുന്നവരെല്ലാം സത്യമായി ജീവിക്കുമെന്നും നിത്യമാം രാജ്യവും നേടും. സ്വർഗീയ ജീവന്റെ അപ്പം വിണ്ണിൽ നിന്നോഴിൽ വന്നു. നമ്മുടെ പിതാവായ യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാമെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അഞ്ചാപത്തുകളാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടി ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനും കാരണമാകട്ടെ, എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ വിശദീകരിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാ പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിക്കുന്നു. ഈ വിശുദ്ധത്തിൽ പ്രത്യേകമായിട്ട് അനുസ്മരിക്കുന്ന മരണമൂലം പിരിഞ്ഞു പോയ സിസ്റ്റർ അമലയുടെ എല്ലാ പാപഘടങ്ങളും പുറത്ത് കർത്താവ് നിത്യസൗഭാഗ്യം നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഞങ്ങളെ ഓരോരുത്തരെയും പന്തപുസ്ത അനുഭവത്തിൽ വളർത്തണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങേ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽപ്പെടുത്തരുതേ, ദുഷ്ടാവിനെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കുമാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധാചരത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. പാപമേൽപ്പതില്ല,
ഞങ്ങളുടെ മരിച്ചവരുടെ പാപങ്ങൾ ക്ഷമിച്ച് വിധിദിവസത്തിൽ അവരെ അങ്ങയുടെ വലത്ത് ഭാഗത്ത് നിർത്തണമേ. അങ്ങയിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ വാഗ്ദാനം ചെയ്ത കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും ആരാധനയും സമർപ്പിക്കുന്നു. ജീവിത കർത്താവായ യേശു മിശിഹായുടെ പാവനും അവിടുത്തെ കാരുണ്യദാനം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. സഹോദരരെ, വരുവേൻ ദൈവത്തിന്റെ ശരീരരക്തങ്ങൾ സ്വീകരിച്ച് നമുക്ക് ആത്മവിശുദ്ധീകരണം പ്രാപിക്കാം. മിശിഹായുടെ തിരുശരീരം കടങ്ങൾ വൃത്തിക്കും നിത്യജീവനും ദാനമാകട്ടെ. കർത്താവിൻ തിരുമുൻപിൽ വന്നതി ഭക്തിവിശ്വാസപൂർവ്വം ഞങ്ങൾ കൈക്കൊണ്ടൊരിരഹസ്യങ്ങൾ പാപമോചനമേകട്ടെ. ഉന്നതൻ യുഗരാജാവായിടും കന്യകാസുതനേശുവേ, ദാസന്റേതുപോൽ സൃഷ്ടാവിന്റെയും സാദൃശ്യം നീ നിനക്കുകിൽ. നിന്നിൽ വിശ്വസിച്ചാശ്രയിച്ചവർ നിന്റെ സങ്കേതം തേടിയോ. നിന്റെ മാംസവിനങ്ങളാൽ പാപമോചനം നേടി പരിശുദ്ധാത്മാവിന്റെ കൃപാലത്താൽ ശുദ്ധവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാകപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. കർത്താവായ ദൈവമേ, സുദീർഘവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി അങ്കാരപൂർവ്വം ഞങ്ങൾക്ക് നൽകിയ ദാനത്തെക്കുറിച്ച് ഞങ്ങളുടെ മകനീയ ത്രിത്വത്തിന് സ്തുതി ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവ് പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും. മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയായി മിശിഹായി സത്യവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും മുറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതനാരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥായി നീക്കും. പാവനമങ്ങീ സന്നിധിയിൽ പ്രാർത്ഥന നിത്യമണയ്ക്കുന്നു. നാദാമാനവയാചനകൾ കൈക്കൊള്ളണമേ കനിവോടെ. കർത്താവേ, നിന്ദാസിക്കായി അർപ്പിക്കുന്നീ ബലി ഞങ്ങൾ വിധവയടച്ചൊരു നേർച്ച സമം
കൈക്കൊള്ളണമേ ദിവ്യബലി. നാഥാ, താവക തിരുബലിയിൽ പങ്കാളികളായി തീർന്നവരാം ഞങ്ങൾ കരുളുക വരദാനം. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ പരിമേലമേ സ്വസ്തി. നിത്യപുരോഹിതനായ ഈശോ ശ്രേഷ്ഠമായ അവരുടെ ലോകവസ്തുക്കളിൽ വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അവയുടെ മഹത്വത്തിന് വേണ്ടിയുള്ള പ്രയത്നങ്ങൾ ഭവസമൃദ്ധമായി കവിടട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇത്തരത്തിൽ അവരുടെ ആനന്ദവും ആശ്വാസവും പരത്തിലേക്ക് സൗഭാഗ്യത്തിന്റെ മൗഢവുമായി തീരട്ടെ. അങ്ങേ അറിവുകാരിക്കുവാനും വചനം പ്രഘോഷിക്കുവാനും തിന്മയെ ചെറുക്കുവാനും അവർ സദാ ഉത്സുകരാകട്ടെ. കർത്താവേ, അങ്ങയുടെ സഭയ്ക്ക് ശിശുക്കളായ വനിതരെയും സന്യാസിമാരെ ആത്മായ പുരുഷരെയും പ്രദാനം ചെയ്യണമേ. ലോകരക്ഷകനായ ഈശോ അങ്ങനെയും ശുശ്രൂഷകളെയും വിശദീകരിക്കണം. വൈദികരാജ്യ പരിശുദ്ധനെയാമറിയമേ, വൈദ്യർക്ക് വേണ്ടി വിശുദ്ധ പ്രാർത്ഥിക്കുന്നു. അൽഫോൻസാമേ, സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തിരുക്കുടുംബമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ നിർമ്മലമായി വിശുദ്ധ സെബസ്ത്യാനോസേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മനുഷ്യരെ ഏൽപ്പിക്കുന്നവരെ അങ്ങേ തിരുനാമത്തിന് സ്തുതിയെ പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. കരുണയുള്ള കർത്താവേ, കരയുന്നവർ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവരെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാൽ നിന്റെ ദാസിയെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ആമേൻ. എന്റെ കർത്താവിനെ പ്രവർത്തിക്കും മഹിമയന്തിമവിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയുടെ നിർത്തണമേ. നല്ല വരത്തു ബലം വാങ്ങി. കർത്താവേ, നിന്നെ ഞാൻ ആശ്രയിച്ചു. കർത്താവേ, നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾക്കൊത്താനും രക്ഷയുയരം നൽകുന്നു. അവരുടെ സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേ, നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാ നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരിൽ ആരും അവശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവനുദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാവാപുത്രൻ റൂഹായി മൃതനാം എന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. തെളിവായ എന്നുടെ നാഥാവിൻ തിരുവിളിയെല്ലാം കാണുന്നു. നിരവധിയായ പാപങ്ങൾ നിരയായി എന്നെ വിധിക്കല്ലേ. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. കർത്താവേ, ആകാശത്തിലും ഭൂമിയിലും സുഗ്രഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശിയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും. ആമേൻ. കൈക്കൊള്ളണമേ ഹൃദയംഗമമാം വിശ്വാസമുടെ ദാസൻ ചെയ്യും ബലിയും നാഥ തിരുസന്നിധിയിൽ. കൈക്കൊള്ളണമേ ഹൃദയംഗമാം വിശ്വാസമോടെ ദാസൻ ചെയ്യും ബലിയൻ നാഥ തിരുസന്നിധിയിൽ. ഒരു വത്സരനാം സ്നേഹരും ഒരു പോൽ വിനയാനിതരായി
തവ സന്നിധിയിൽ ചെയ്തൊരു നവമാം ബലി പോൽ നാഥാ. കൈക്കൊള്ളണമേ ഹൃദയംഗമമാം വിശ്വാസമോടെ ദാസം ചെയ്യും ബലിയും നാഥാ തിരുസന്നിധിയിൽ. അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്ന മരിച്ചവരെ ഏൽപ്പിക്കുന്നവനെ അങ്ങേ തിരുനാമത്തിന് സ്തുതി. അഗാധനെ ഞാൻ വിളിക്കുന്നു, കർത്താവേ, നീ ശബ്ദം കേൾക്കണമേ. എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. കർത്താവേ, നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുന്നവരിൽ ആർക്ക് രക്ഷയുണ്ടാകും? ഞാൻ പാപം മുതൽ ദൈവമെന്നാകുന്നുവല്ലോ. കർത്താവേ, ഞാൻ ശരണപ്പെടുന്നു. ഉപദേശന്റെ വാഗ്ദാനത്തിലാകുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവേ, നിന്നെ ഞാൻ കാത്തിരിക്കുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേൽ കർത്താവിനെ കാത്തിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ളവനാകുന്നു. പൂർണ്ണമായ ലക്ഷ്യം അവന്റെ പക്കലാകുന്നു. ഇസ്രായേലിന്റെ പാപങ്ങളിൽ നിന്നെല്ലാം അവൻ രക്ഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്ന മരിച്ചവരെ ഏൽപ്പിക്കുന്നവനെ അങ്ങേ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. സജീവവും ജീവദായകമായ ശബ്ദത്തിന് ആശ്രയിച്ച കർത്താവേ, ആ ശബ്ദമഗ്നീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിരദാസി സിസ്റ്ററാമനെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര, ആമേൻ. കർത്താവേ, അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥനും ദൈവമായ മിശിഹായേ, നിന്റെ പുരുഷന്റെ യാളത്തോടും ദൈവദൂതന്മാരോടും കൂടെ വാനമേഘങ്ങൾ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവരെ ക്ഷയരായി കബറടങ്ങൾ നീ ഒരുക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന രക്ഷാകരമായ വിധി ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായ ലോകാരംഭത്തിനെ സ്ഥിരമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരി സിസ്റ്ററാമനെ നീ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.